നമസ്കാരം. തട ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദചാമി ചാടിയതെങ്ങനെ? ഏതെല്ലാം ഉദ്യോഗസ്ഥർക്ക് ഇതിൽ വീഴ്ച സംഭവിച്ചു? ജയിൽ സുരക്ഷയിൽ എന്തെല്ലാം പാളിച്ചകളുണ്ടായി? 3 മാസത്തിനകം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായി കഴിഞ്ഞ സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മിറ്റി 10 മാസം കഴിഞ്ഞിട്ടും കേസ് പഠിച്ചു തീർന്നില്ല. ഇതോടെ ഇപ്പോൾ 3 മാസം കൂടി സമയം നീട്ടി നൽകിയിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. ഇതിനിടെ വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ നിന്നും സുരക്ഷ കുറഞ്ഞ ഏതെങ്കിലും സെൻട്രൽ ജയിലിലേക്ക് തന്നെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഗോവിന്ദചാമി ജയിൽ അധികൃതരെ സമീപിച്ചിരുന്നു. തമിഴ്നാട്ടിലേക്ക് ജയിൽ മാറ്റം ആവശ്യപ്പെട്ട് മുൻപ് നൽകിയ അപേക്ഷ നിരസിച്ചതിനെ തുടർന്നായിരുന്നു ആസൂത്രണത്തിനൊടുവിൽ 2025 ജൂലൈയിൽ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം. ജയിൽ ചാട്ടങ്ങൾ ഒഴിവാക്കേണ്ടതെങ്ങനെ, ജയിലുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതെങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും അന്വേഷിക്കാനുമായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് 2 റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരും മുൻ പോലീസ് മേധാവി ജേക്കബ് പുന്നൂസും അംഗങ്ങളായി LDF സർക്കാർ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. തുടക്കത്തിൽ കമ്മിറ്റി ഏതാനും ജയിലുകൾ സന്ദർശിച്ചെങ്കിലും നിശ്ചിത സമയപരിധിക്കുള്ളിൽ അന്വേഷണം പൂർത്തിയായില്ല. ഡിസംബറിൽ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം 6 മാസം കൂടി അധിക സമയം നൽകി. പുതിയ സർക്കാർ അധികാരമേറ്റതോടെ മെയ് 2 മുതൽ മുൻകാല പ്രാബല്യത്തിൽ വീണ്ടും 3 മാസം കൂടി അനുവദിച്ചു കഴിഞ്ഞ ദിവസം ഉത്തരവിറങ്ങി. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. ഇന്ന് പൂജപ്പുരയിലെ ജയിൽ ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. ജയിൽ ഡയറക്ടർ, സെൻട്രൽ ജയിലുകളിലെയും തുറന്ന ജയിലുകളിലെയും സൂപ്രണ്ടുമാർ, DIGമാർ എന്നിവർ പങ്കെടുക്കും. ജയിലിൽ രാഷ്ട്രീയാടിസ്ഥാനത്തിൽ പരോൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് വിമർശനമുയർന്ന സാഹചര്യത്തിൽ പരോൾ വ്യവസ്ഥയിലെ മാനദണ്ഡങ്ങളും ഉറപ്പാക്കുന്നതിനും യോഗം ചർച്ചയാകും. ഇതുകൂടാതെ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാനിന്റെ ഭാഗമായി ജയിലുകൾ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഇതിൽ ചർച്ച ചെയ്യുമെന്നാണ് വിവരം.